ഗൈസ് അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം മാരുതി ഫീൽഡിലേക്ക് എത്തിയേക്കാട്ടാ. EV വന്നിട്ടുണ്ട്. മാരുതിയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. തികച്ചും ഞെട്ടിക്കുന്ന രീതിക്കാണ് ഇത്തവണ മാരുതിയുടെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ. 500 കിലോമീറ്റർ റേഞ്ച് ഒക്കെ ഒറ്റ തവണ കിട്ടാന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. ഒരു പുതിയ ടൈപ്പ് ഡിസൈനാണ് ഫ്രണ്ടിലത്തെ ഒരു DRL. നമുക്ക് വാഹനത്തിനൊന്ന് അടുത്ത് കണ്ടാൽ മോളിൽ തന്നെ നോക്കുമ്പോൾ വലിയ വിൻഷീൽഡ് കാണാൻ. അതിന്റെ സെന്റർ ഭാഗത്ത് അഡാസിന്റെ ലെവൽ 2 ഒരു സംവിധാനത്തിന്റെ റഡാർ ഇരിക്കുന്നുണ്ട്. ഷാർപ്പായിട്ടുള്ള ഒരു ബോണറ്റ് വരുന്നുണ്ട്. അതിന്റെ താഴ്വശത്ത് ഒരു 3 ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു DRL കാണാം. സെന്ററിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. S എന്നുള്ള ഒരു ലോഗോ ഒരു ഹെക്സഗണലിന്റെ അകത്തായിട്ട് വെച്ചാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ 360 ഡിഗ്രിയുടെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. വലിയൊരു വീൽ ആർച്ച് വരുന്നുണ്ട്. നമുക്ക് വാഹനത്തിന് 2 ടൈപ്പ് ബാറ്ററി ബാക്കപ്പ് ആട്ട വരുന്നത്. ഒന്ന് 49 kWh ബാറ്ററിയും പിന്നെ 61 kWh ബാറ്ററിയാണ് യൂസ് ചെയ്തതാണ്. അതിൽ 61 kWh ബാറ്ററിക്കാണ് 500 കിലോമീറ്റർ ചാർജ് കിട്ടുന്ന ഒറ്റ തവണ. ഇവിടെ ആട്ടാ ചാർജ് ചെയ്യുക ഈ ഒരു പൊസിഷൻ. 18 ഇഞ്ചിന്റെ വീൽസ് ആണ് വാഹനത്തിൽ കൊടുത്തത്. മിററിന്റെ താഴെയും നമുക്ക് ആ ഒരു ക്യാമറ വിഷ്വൽസ് കാണാം. സൈഡ് പ്രൊഫൈൽസ് ഒക്കെ അടിപൊളിയുണ്ടല്ലേ. ബാക്കിലത്തെ ഡോറ് നമ്മുടെ സ്വിഫ്റ്റിനൊക്കെ തുറക്കാൻ പറ്റുന്ന രീതിക്കായിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പിടുത്തം വരുന്നത്. താഴ്വശത്തൊക്കെ ഒരു വലിയ ക്ലാഡിങ്സ് വരുന്നുണ്ട്. SUV ആണല്ലോ, ആ ഒരു രീതിക്കാണ്. ജാതി തിരക്കെന്ന് പറഞ്ഞാൽ ജാതി തിരക്കാട്ടോ. ഒന്നും ഇടിയാണ് ഇതിന്റെ ഇടയിൽ. നോക്കിയ ഫുള്ള് തിരക്ക്. ഇനി ബാക്ക് സൈഡ് നോക്കിയോ കേട്ടോ. നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി ഡിസൈനാണ്. ഏറ്റവും മുകളിൽ ഒരു സ്പോയിലേഴ്സ് കാണാം. മുകളിൽ ഷാർക്കിന്റെ ആന്റിനാസ് വരുന്നുണ്ട്. സ്പോയിലേഴ്സിന്റെ താഴെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലും എക്സ്ട്രാ ഒരു കവള് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സിൽവർ കളറിലാട്ടോ വരുന്നത്. പിന്നെ ഒരു പുതിയ ടൈപ്പ് ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അതിലും നമുക്ക് 3 ലൈൻസ് എന്നുള്ള രീതിക്കാണ് കാണാൻ സാധിക്കുന്നത്. സെന്റർ ഭാഗത്ത് സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. ഈ വിറ്റാര എന്നുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. വലിയ ബമ്പറുകളാണ്. സെന്റർ ഭാഗത്തും അതിന്റെ ക്യാമറ വിഷ്വൽസ് വരുന്നുണ്ട്. അഡാസിന്റെ ഒരു ലെവൽ 2 സംവിധാനങ്ങളൊക്കെ കാണാം. കുറച്ചും കൂടി പ്രൊജക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്റീരിയറിൽ ലെതർ സീറ്റുകൾ വന്നിട്ടുണ്ട്. കണക്റ്റഡ് ആ ഒരു ഫ്ലോട്ടിംഗ് സ്ക്രീൻ വന്നിട്ടുണ്ട്. അതായത് ക്ലസ്റ്ററും മ്യൂസിക് സിസ്റ്റം കണക്റ്റഡ് ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല വാഹനത്തിന്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ്, ബാക്കും ഡിസ്ക് ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഏകദേശം പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 17 ലക്ഷം മുതൽ 22 ലക്ഷം വരെയാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് വാഹനം? അടിപൊളിയല്ലേ? ലുക്ക് നോക്കി എന്റെ മോനെ, ജാതി വെറൈറ്റി ലുക്ക് ആയിട്ടില്ല. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4275 mm, വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 1800 mm, ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1640 mm ആട്ടോ വരണം. അവിടെ ഈ വിറ്റാര എന്നുള്ള ഒരു വലിയൊരു ബോർഡൊക്കെ കാണാം. LED വോളാണ്. അത് മാത്രമല്ല തരക്കേടില്ലാത്ത വീൽ ബേസും കൂടെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. 2700 mm ആട്ടോ വീൽ ബേസ്. ആ ലെവിലും വാഹനത്തിന്റെ ഒരു ലുക്കൊക്കെ നോക്കിയേ ടോട്ടലി മാച്ച് ആവുന്നില്ലേ. ഇവിടെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിറ്റാര എന്ന് പറഞ്ഞുള്ള മാരുതിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ ആട്ടോ. തിരക്കൊക്കെ നോക്കിയേ. ഇനി നമുക്ക് ചെക്കൻ്റെ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 2 ബാറ്ററി ബാക്കപ്പ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 49 kWh ബാറ്ററിയും 61 kWh ബാറ്ററിയും. ഈ 61 ആണെങ്കിൽ നമുക്ക് ഏകദേശം റേഞ്ച് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ 500 കിലോമീറ്ററിന്റെ അടുത്ത് ഒറ്റ ചാർജിൽ കിട്ടും. റീജനറേഷൻ സംവിധാനങ്ങളുണ്ട്. അത് മാത്രമല്ല നമുക്ക് വാഹനത്തിന്റെ പവർ നോക്കുകയാണെങ്കിൽ 142 bhp പവറും 192.5 Nm ടോർക്കാണ് ചെക്കൻ പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ് തന്നെ വിളിക്കാട്ടോ. പിന്നെ മാരുതി സുസുക്കി ആയതുകൊണ്ട് തന്നെ വിശ്വാസമായിട്ട് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാനും പറ്റും. എങ്ങനെയുണ്ട്? മാസ് ലുക്ക് ആയില്ലേ? നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഈ വാഹനത്തിന്റെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്തോളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ സുസുക്കിയുടെ ലോഗോന്റെ താഴ്വശത്തായിട്ടാണ് ഒരു പൊട്ട് പോലെ നിൽക്കണുണ്ടോ, അവിടെയാണ് ക്യാമറ പറഞ്ഞാട്ടാ. പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട്. നമുക്ക് ഈ വാഹനത്തിന് എയർ ഗ്രില്ലൊക്കെ ഉണ്ട്. അതായത് എന്ത് സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന്റെ അകത്തുള്ള ബാറ്ററി മറ്റുള്ള ഐറ്റംസ് ഒക്കെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഫ്രണ്ടിലെ ഗ്രില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും. ആ വഴിയും അകത്തേക്ക് കാറ്റ് കയറാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഗ്രില്ല് അടയും ചെയ്യും കേട്ടോ. അതൊക്കെ ഈ വാഹനത്തിന്റെ ഫ്രണ്ട് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിന്റെ 2 ഫോഗ് ലാമ്പിന്റെ നടുവിലായിട്ടാണ് അങ്ങനത്തെ ഒരു ഗ്രില്ല് വരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് നിൽക്കുന്നത് ഡൽഹിയിലുള്ള ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാട്ടോ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വിഷ്വലും കാര്യങ്ങളെല്ലാം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് എല്ലാം നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാട്ടാ. പൊളിച്ചില്ലേ ലുക്ക് ചെക്കൻ്റെ?